6:30. നമ്മുടെ റൂമിൽ നിന്ന് നോക്കി, ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. കിളികളുടെ ശബ്ദം കേട്ടോ ചുറ്റും. മോർണിംഗ്. സൺറൈസ് അവിടെ നിന്ന് ആയി വരണതേ ഉള്ളൂ. ഓക്കെ, ഫുൾ കോട. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 14 ഡിഗ്രിയാണ്. 14. സോ ബ്യൂട്ടിഫുൾ. രാവിലെ തന്നെ എഴുന്നേറ്റു. 6 o'clock ഞാൻ എഴുന്നേറ്റ് റെഡിയാകുകയാണ്. അപ്പോൾ ഇന്ന് തിരിച്ച് പോകുന്നു. കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര. അവിടെയും കുറേ പരിപാടികളുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവും, വ്ളോഗ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ റെഡി ആകട്ടെ. അപ്പോൾ ഇവിടുന്ന് തിരിക്കുന്നു രാവിലെ തന്നെ. അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സാരിയാണ് കൊടുത്തിരിക്കുന്നത്. സാരി കൊടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് പോവാണ്. അടുത്ത ബാക്കി വിശേഷങ്ങളൊക്കെ സാരിയിൽ, ഈ ഒരു സാരിയിൽ ഈ ലാൻഡ്സ്കേപ്പിൽ നിന്ന് സാരിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചു ഓക്കെ സാരി കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി. ഓക്കെ, അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരു മസ്റ്റ് വിസിറ്റ് ആൻഡ് സ്റ്റേ പ്ലേസാണിത്. അങ്ങനെ ലെ മൗണ്ട് റിസോർട്ട്. രക്ഷയില്ല കേട്ടോ. ഇത് രാവിലത്തെ വൈബ്സ് സുന്ദരമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസം പോലും ഇത്രയും രാവിലെ എഴുന്നേറ്റില്ല. ഇന്ന് ഈ ഒരു രാവിലത്തെ മൂഡ്. ഇൻഫിനിറ്റി പൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പോകാൻ സമയമായി. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ആ പൂള് ഒന്ന് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. അതിനുള്ള സമയം കിട്ടിയില്ല. അത് ഭയങ്കര രസമായിരിക്കും അവിടെ നിന്നിട്ട് ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കാനിട്ട് പൂളിലേക്ക് ഇറങ്ങിയിട്ട്. അത് ഇൻഫിനിറ്റി ആണല്ലോ. പിന്നെ ഇതാണ് ടോട്ടലായിട്ട് ആ ഫ്രണ്ടിൽ ആംബിയൻസ് ഒക്കെ എന്തായാലും കണ്ടുമല്ലോ. കയറി വരുമ്പോൾ അതൊരു വേറൊരു മെജസ്റ്റിക് ലുക്കാണ്. അകത്ത് വന്നു കഴിഞ്ഞാൽ ഓരോ വിങ്സ് ആയിട്ടാണ് ഞാൻ താമസിച്ചത്. ആ സൈഡ്, ഈ സൈഡിലെല്ലാം നോർമൽ കോട്ടേജസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ആ ഡൈനിങ് ഏരിയ, റിസപ്ഷൻ, നമ്മുടെ റെസ്റ്റോറൻ്റൊക്കെ വരുന്ന ആ ഒരു ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലൊരു ബ്ലോക്ക്. ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇത് അപ്പോൾ ഓരോന്നും ഓരോ സ്റ്റൈലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ജക്കൂസിയൊക്കെ ഉള്ള റൂംസാണ് ഈ സൈഡിലുള്ളതെല്ലാം. എൻ്റെ റൂമിലും ജക്കൂസി റൂമായിരുന്നു. അവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. പുറത്തേക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് അവേഴ്സ് ആൻഡ് ഈവനിങ്, സൺസെറ്റ്, സൺറൈസ്, ഇതൊക്കെ ഇങ്ങനെ ആ കളേഴ്സൊക്കെ ഇങ്ങനെ മാറി മാറി സ്കൈ വരുമ്പോഴേ ഒന്നും പറയണ്ട. റൂമിൽ നിന്ന് നോക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് തന്നെ കാണാം. പിന്നെ നമ്മുടെ ഇൻഫിനിറ്റി പൂളും എല്ലാം ആയിട്ട്. ഇതൊരു 33 acres ഓഫ് ലാൻഡാണെന്നാണ് പറഞ്ഞേ. ഏത് നല്ല സ്ഥലത്തുനിന്ന് പോകുമ്പോഴും സങ്കടമാണ് സത്യം പറഞ്ഞാൽ. ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷേ എന്താ പറയുക, യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മൂന്നാറിൻ്റെ മനോഹാരിതയൊക്കെ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വിട്ടുപോകും. എന്തായാലും ഇവിടുത്തെ ഒരു സ്റ്റേ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ലെ മൗണ്ട് ഫോർട്ട്, മൂന്നാർ. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ വരിക, അടിപൊളിയാണ്. നല്ല 2 ദിവസം ഇവിടെ എൻജോയ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. അങ്ങനെ മൂന്നാറിൽ നിന്നും നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴെ വന്നു. അടിമാലി വഴി നമ്മുടെ എന്താ പറയുക, നേര്യമംഗലം, കോതമംഗലം, അവിടെ നിന്ന് ഇങ്ങനെ സൈഡ് ട്രാക്ക് ചെയ്ത് ഇപ്പോൾ പാണിയേരിപ്പോര്. അതാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ വനഭംഗിയാണ് പ്രധാനം. അതിൻ്റെ കൂടെ പെരിയാർ ഒഴുകുന്നു. പ്രത്യേക ഒരു ഭംഗിയിലാണ് ഒഴുകുന്നത്. കുറേ പാറക്കൂട്ടങ്ങളും അതിൻ്റെ ഇടയിലൂടെയെല്ലാം. ഇത് ഒരുപാട് വർഷം വരെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, കുറേ പുതിയ കഫറ്റേറിയാസ്, കഫേ, നാടൻ ഭക്ഷണശാല ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നടന്നാൽ മതി, ഒരു 10-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിലേക്ക് എത്തും. ഇപ്പോൾ ഏതാണ്ട് കുറേ നടന്നു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോവാം. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് നദിയുടെ ഒരു അതായത് ഇവിടെ ഇങ്ങനെ ഒഴുകുന്ന, കുറച്ച് വീതിയിൽ ഇങ്ങനെ ഒഴുകുന്ന ഈ ഭാഗമെല്ലാം. ഇതെല്ലാം പെരിയാറിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പാറക്കൂട്ടങ്ങളും പിന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് കിട്ടും. വെള്ളച്ചാട്ടമൊന്നും അല്ല കേട്ടോ, പക്ഷേ ആ ഒരു ഫീലിംഗാണ്. ഈ നാരോ ആയിട്ട് വരും. അന്നേരം പാറയുടെ ഇടയിലൂടെയൊക്കെ വാട്ടർഫോൾ ഇങ്ങനെ വരുന്ന പോലെ
അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 1 ഡേ പിക്നിക്ക് വരാൻ പറ്റിയ സ്പോട്ട്സാണ്. ഈ എറണാകുളം സൈഡോ ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്. സ്കൂൾസ്, കോളേജസ്, ഫാമിലി ഇങ്ങനെ വരും. പക്ഷേ ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ ഷാലോ ആയിട്ടൊരു ഫീലിംഗ് ആണ്, നമുക്ക് പേടിക്കേണ്ടെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഫെൻസ് ചെയ്ത് ഡേഞ്ചർ ഓഫ് ഡ്രൗണിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഡെപ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ സ്മൂത്തായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അടിയിലെല്ലാം ഒരുപാട് ഡേഞ്ചർ ഒളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകാം. പോരിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അത് 3 കൈവരികളായിട്ട് വന്നിട്ട് ഒന്നിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു വോളിയം അങ്ങനെ കാണുന്ന സൗണ്ടൊക്കെ. അപ്പോൾ ഒരു ബ്രിഡ്ജൊക്കെ ഇവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പറഞ്ഞു. അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം. ഇച്ചിരി കൂടെ നടക്കണം. രസമാണ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ. ഇടയ്ക്ക് ഇരിക്കാനൊക്കെ ഇപ്പോൾ സ്ഥലമുണ്ട് കേട്ടോ. പണ്ട് ഇങ്ങനത്തെ സൗകര്യം ഒന്നുമില്ല. ഇപ്പോൾ ഭയങ്കര കൺവീനിയൻറ്റാണ്. ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഇവിടെ എല്ലായിടത്തും സ്പെഷ്യലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ് എന്ന്. ഇത്രയൊക്കെ എഴുതി വെച്ചാലും ചിലപ്പോൾ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിപ്പോൾ കംപ്ലീറ്റ് ഗാർഡ്സ് ഉണ്ട്. ഓരോ പോയിന്റിലും ആൾക്കാരുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ. എന്നാലും ആൾക്കാർ ചിലപ്പോൾ ഇറങ്ങും. നല്ല വനമേഖലയാണ് കേട്ടോ ആ സൈഡൊക്കെ. ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു നോ സ്വിമ്മിങ്, നോ സ്വിമ്മിങ്, വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പ്രത്യേകം പറയുന്നത്. ഈ ഏരിയയിലെല്ലാം കുട്ടികൾക്ക് ഇറങ്ങാം, ആൾക്കാർക്ക് ഇറങ്ങാം. അതേ നോക്കിയേ, ആഹാ കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നോ സ്വിമ്മിങ് എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ അലൗഡ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ വെള്ളം കുറവുള്ള സമയമാണ്, മഴക്കാലമല്ലല്ലോ. ഭയങ്കരമായിട്ട് എല്ലാവരും വെള്ളത്തിലാണ്. നിറയെ പാറക്കൂട്ടങ്ങളുണ്ട്, അതിനിടയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു കൺവീനിയൻസും എല്ലാം ഇവിടെ ശരിക്കും നല്ലതായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോരിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നോക്കൂ, അതായത് ഈ പെരിയാറ് 3ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരും. എന്നിട്ട് എല്ലാം കൂടി ഈ ശാഖ ആ ശാഖ അങ്ങനെ പോയിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പോര് കിടക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ശബ്ദ കോലാഹലത്തോടു കൂടി ഒരു ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയൊരു പാലം വെച്ചിട്ടുണ്ട്, അവിടെ കയറി നിൽക്കാൻ വേണമെങ്കിൽ. സോ ബ്യൂട്ടിഫുൾ. നല്ല മൊട്ട വെയിലാണ് ഈ സമയത്ത്, ഉച്ച സമയമാണ്. എങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. ഇതുവഴി കയറിപ്പോയി അവിടെ വേറൊരു ബ്രാഞ്ച് കാണാം. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ടെക്നോളജി. ഉഗ്രം വീല്. അപ്പോൾ ഇനി ആ ഒരു ബ്രാഞ്ച് പോയി. ഇനി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞു പാലം കാണാം. അതുവഴി മറ്റൊരു ബ്രാഞ്ച് വരുന്നുണ്ടാവും, പെരിയാറിൻ്റെ ഒരു ശാഖ. കാല് പൊള്ളുന്നു, ചുറ്റു പൊള്ളുന്നു. പാറയിലൂടെ നടത്താം. ഇതാണ് അടുത്ത ബ്രാഞ്ച്. ഇങ്ങനെ 3 ശാഖയായിട്ടല്ലേ പോകുന്നത് പെരിയാറ്. എന്നിട്ട് അവിടെ പോയി മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കുറച്ച് വീതിക്ക് അങ്ങോട്ട് പോകുക കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതൊരു സ്മോൾ പാലം. ഈ സമയം വെള്ളം കുറവാണ്, സമ്മർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവസ്ഥ. ഇതിങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്, നമ്പർ 2. ദിസ് ഇസ് നമ്പർ 2, സെക്കൻഡ് പാലം. ഇനി ഒരു നമ്പർ 3യും കൂടെ കാണും. ഇങ്ങനെ പോകുന്നു. ഇതാണ് ഒരു പിന്നെ 3 ബ്രാഞ്ചസ് ആയിട്ട് പെരിയാറ് തിരിഞ്ഞ് പോകുന്നതിൻ്റെ 1, 2 ആ ഭാഗത്തുനിന്നും കൂടി ഒരു പോകും. അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും. അതാണ് ഇതൊക്കെയാണ് പോരെന്ന് പറയുന്ന ഏരിയാസ്. വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് സൗന്ദര്യം. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് സൗന്ദര്യം എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വെള്ളത്തിൻ്റെ സൗണ്ടും ഒരു കളകളാന്നതൊന്നൊക്കെ പറയില്ല, അതും പിന്നെ വന്യമായ ഒരു ഫോറസ്റ്റ് റീജിയൻ്റെ സൗന്ദര്യം എല്ലാം ആയിട്ട് either രാവിലെ വരിക, അല്ലെങ്കിൽ ഈവനിങ് വരിക, അല്ലെങ്കിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വരിക. ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ആ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എൻജോയ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. അങ്ങനെ നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ട്. വേർത്തോടെ ഇവിടെ നോക്കിയ ഒരു ഏറുമാടം കാണാം. ഇങ്ങനെ അവിടെ ആയിട്ട് ഏറുമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ കയറാം. ഞാൻ കയറുന്നില്ല, നിങ്ങൾക്ക് വരുമ്പോൾ വേണമെങ്കിൽ കയറാം. അപ്പോൾ പാണിയേരി പൂര് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കുറേ ലോങ് സ്ട്രെച്ച് ഓഫ് റിവറാണ്. അതിൻ്റെ പല ഭാഗത്ത് പല എൻജോയ്മെൻറ്റാണ്. ഇതാണ് ഒരു ഫൈനൽ കൾമിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞു പാലം ഇട്ടിട്ടുണ്ട്, പല കൈവരികൾ ഇങ്ങനെ പോകുന്ന കാണാം. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് വളരെ വിശാലമായിട്ട് ഇങ്ങനെ കുത്തി ഒഴുകുന്നത്. പിന്നെ ആൾക്കാർക്ക് കുളിക്കാൻ ഇറങ്ങാൻ പറ്റുന്ന പാറക്കൂട്ടങ്ങളുടെ ഒരു ഭാഗമുണ്ട്. എനിക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു യാത്രയിലാണല്ലോ, ഓൺ ദ വേ ആണ്. അപ്പോൾ അതുകൊണ്ട് നനയുന്നില്ല.
നമുക്കിനി തിരിച്ച് പോവാം. പോകുന്ന വഴിക്ക് ഭക്ഷണവും കഴിക്കാം. ഇവിടെ ഇഷ്ടംപോലെ കഫേസൊക്കെ ഉണ്ട്, കഴിക്കാം. നടന്ന് തളർന്നത് വിശന്ന് വരികയാണ്. അപ്പോൾ തന്നെ ഇതേ നമ്മൾ കുറച്ച് ഏതാണ്ട് 1 കിലോമീറ്റർ നടക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. വനം വകുപ്പിന് തന്നെ കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നല്ല കപ്പയും മീൻകറിയും കൂട്ടി ചോറുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിവിടെ റൺ ചെയ്യുന്നത് ഈ ജംഗിൾ കഫേ. നല്ല സൗകര്യമായി കേട്ടോ. ശരിക്കും ഇത് കുറച്ചൊരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ തളർന്ന് വരുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇവരുടെ ഇൻഫർമേഷൻ സെൻറ്റർ തൊട്ടപ്പുറത്തുണ്ട്. ഈ പാണിയേരി പൂര് ഇക്കോ ടൂറിസം ഒരു സെൻറ്ററിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഓ പ്രോപ്പർ ഒരു ഊണാണല്ലേ, സദ്യ പോലെ. മാങ്ങ അച്ചാർ, ഇലയില ഊണാണ്. പിന്നെ തോരൻ, കുറച്ച് അവിയൽ, നാടൻ ഊണ്, നല്ല മാങ്ങ അച്ചാർ, ക്യാബേജ് ക്യാരറ്റ് തോരൻ, അവിയൽ, ചമ്മന്തി. ഓ പുതിന ചമ്മന്തിയാണോ? ഓ മാങ്ങ ചമ്മന്തി. ഓക്കെ, ചമ്പാവരി ചോറ്, സാമ്പാറുണ്ട്. പക്ഷേ ഞാൻ സാമ്പാർ കഴിക്കില്ല. കുഴപ്പമില്ല, മോര് ഒരു ഗ്ലാസ്സിൽ തന്നാൽ മതി ഇച്ചിരി. അപ്പോൾ സാമ്പാർ, മോര്, പിന്നെ ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പപ്പടം. ഞാൻ മോര് ഗ്ലാസ്സിൽ ചോദിച്ചു. ഓക്കെ, ഫ്രൈ വരുന്നു. അയല ഫ്രൈ, യെസ്. ഓ അടിപൊളി. അയല മത്സ്യം എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് അയല മത്തിയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. കപ്പ ആൻഡ് ഫിഷ് കറി. ഓക്കെ, ചുമന്ന കറിയാണല്ലേ. കറി, മീൻ കറി, നല്ല റെഡ് കളറിൽ അടിപൊളി കുടംപുളി ഇട്ട കറിയാണെന്ന് തോന്നുന്നു, ചുമന്ന കറി. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ഒരു നാടൻ സദ്യ കഴിക്കാൻ പോകണം, നോൺ വെജ് അടിപൊളി ഭക്ഷണം. അതെ, ആദ്യം തന്നെ എനിക്ക് മാങ്ങാ ചമ്മന്തി കഴിക്കാൻ തോന്നുന്നു പെട്ടെന്ന്. എന്താ ടേസ്റ്റ്, അടിപൊളി, സൂപ്പർ. അച്ചാറ് ഊഹിക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചില കപ്പയും ഫിഷ് നല്ല വെന്ത പൊടിഞ്ഞ കപ്പ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. സത്യം, തന്നെ നാടൻ പക്കാ ടേസ്റ്റ്, ടു ഗുഡ്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പാണിയേരി പോരി വന്നാലും ഈ ജംഗിൾ കഫേയിൽ കയറണം. ഇവിടുത്തെ മസ്റ്റായിട്ട് ഇവിടുത്തെ ഊണ് കഴിക്കണം, കപ്പയും മീൻകറി എല്ലാം. അങ്ങനെ ജംഗിൾ കഫേയിൽ നിന്നും അടിപൊളി ലഞ്ചെല്ലാം കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് തിരിച്ച്. പിന്നെ നേരെ ഇച്ചിരൂടെ നടക്കണം. നടന്നിട്ട് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് കാറിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. അടുത്തിനി പോകുന്ന വഴിക്ക് 1-2 പ്ലാൻസ് ഉണ്ട്, നടക്കുമെന്ന് അറിയില്ല, നോക്കാം. പാണിയേരി പോരിൻ്റെ അവിടെ നിന്ന് കറങ്ങി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പരിസരത്താണ്. ഇതിപ്പോൾ ലാൻഡിങ് ഏരിയ ആണ്, ഫ്ലൈറ്റ്സ് വന്ന് ലാൻഡ് ചെയ്യുന്ന ഏറ്റവും ആ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് പറയും. ഇവിടെ ഒരുപാട് ആൾക്കാർ എന്നെ പോലെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൺഡേസ് ഇതിലും കൂടുതൽ ആൾക്കാർ വരുന്നത് പറയുന്നത്. അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. നല്ല ക്രൗഡുണ്ട് ഇവിടെ അത്യാവശ്യം. ഓക്കെ, ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റ്സ് ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ നമുക്കും കൂടി അത് കാണാം. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ എയർപോർട്ടിൻ്റെ സൈഡിലും ഇതുപോലെയൊക്കെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഏരിയാസ് ഉണ്ട് കാണാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ പോയി നിൽക്കും. പക്ഷേ ഇതൊരു എന്താ പറയുക, ഇവിടെ ശരിക്കും ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ കാണാൻ കഴിയും. നല്ല ബ്യൂട്ടിഫുൾ ലാൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ ഒരു പോയിൻ്റാണ്, നമ്മൾ കാണാൻ വരണം. ഞാനിതുവരെ ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു കടയുണ്ട്, അവിടെ വന്നതാണ്. അവിടുത്തെ കുറേ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയൊരു കട. ഇതിപ്പോൾ നോക്കി അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ് കുറേ വെടിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. ഈ ബേർഡ്സിനെയൊക്കെ ഓടിക്കാനാണ്. ഈവനിങ് ടൈമല്ലേ, ചേക്കറുന്ന സമയം. പടക്കം പൊട്ടിയൊന്നും വല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ, ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാനായിട്ട്. ബൈ ബൈ ബൈ, ശരി പോലെ. അത് നമ്മളെല്ലാവരും കൂടി നിന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് 3-4 ഫ്ലൈറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞു.
ഓക്കെ, ഇനി പോവാം. ഇനി ഇവിടെ നിന്ന് പോകുന്നു. ഇനി നിന്നാൽ ഇനിയും കാണാം, പക്ഷേ പോകണം, ഇനി കുറച്ച് ജോലിയുണ്ട്. ഇവിടെ അടുത്താണ് ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു കടയാണ്, സ്മോൾ ഷോപ്പ്, ലേഡീസ് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ പോകാം. നമ്മളിപ്പോഴും നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്താണ്. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ലാൻഡ് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവിടെ വരെ വരുന്നതാണ്. പിന്നെ ടേക്ക് ഓഫ് കാണാൻ വേണമെങ്കിൽ ഇതിനോട് ചേർന്നൊരു ചെറിയ തട്ടുകടയാണ്. ഇവിടെ വളരെ ഫേമസ് ആണ്. വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഇവിടെയാണ് വറുക്കുന്ന കാര്യങ്ങൾ. 2 ലേഡീസാണ് ഇവിടെ ഉള്ളത്. ആയി വരുന്നതേ ഉള്ളൂ അതിൻ്റെ സമയം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താൽ കാണാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി കാണിച്ചു തരാം. യെസ്, ബജി ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാടമുട്ടയുടെ ബജി, പിന്നെ പഴംപൊരി ഉണ്ടാവും, പരിപ്പ് വട, പിന്നെ കാടയുടെ ഫ്രൈ ഉണ്ട് അല്ലേ, എക്സ്ട്രാ കാട ഫ്രൈ. ഓക്കെ, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പുറത്തെടുക്കുന്നത്, എന്നാലേ ആ മസാല എല്ലാം പിടിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. എല്ലാം പരട്ടിക്കൊണ്ട് വന്നിട്ട് ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രൈയിങ് മാത്രമേ ഇവിടെ ചെയ്യുന്നുണ്ട്, ചൂടായിട്ട്. ആണോ, ഇറച്ചിയുണ്ട്, കപ്പ എല്ലാം മേടിച്ചിട്ട് വരും അവിടെ നിന്നല്ലേ? ഓ, കപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്രൗഡാവുമെന്നാണ് പറയുന്നത്. ആൾക്കാർ വരും, ഇവിടെ ബ്ലോക്കാവും. ആഹാ, ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ഒരു സൈഡ് നിന്നാൽ കാണാം, ഒരു സൈഡ് നിന്നാലേ ലാൻഡിങ് കാണാം. ഇത് കാണാനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്, ഈ ടേക്ക് ഓഫ്. കപ്പ, മീൻ കറി എല്ലാം പ്ലേറ്റിൽ ഇലയൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഹൈജീനിക്കാണ്. അപ്പോൾ കാടമുട്ട, യെസ്, ഇനി കാടമുട്ട. നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ കടയുടെ പേര് കൈരളി ഫുഡ് കോർട്ട്. ഇതിവിടെ 14 years ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര പോപ്പുലറാണ്, വൈറൽ എന്നൊക്കെ പറയും. ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നൊരു കട. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല ബിസിനസ്സാണ്. പക്ഷേ ഇപ്പോൾ ഈ റീൽസൊക്കെ ചെയ്ത് ഒരുപാട് പേര് കുട്ടികളൊക്കെ കാണിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വീണ്ടും പുതിയ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ആയിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിന്നാണ് മേടിച്ചിട്ട് പോകണേ. ഇരുന്ന് കഴിക്കാൻ കുറച്ച് സംവിധാനമുണ്ട്, പുറത്തും അകത്തുമായിട്ട്, അല്ലെങ്കിൽ പാർസൽ. ഇങ്ങനെ എല്ലാം മാറി മാറി ഇടുന്നുണ്ട്, ഓൾട്ടർനേറ്റ് ചെയ്തിട്ട്. സെയിം ഓയിൽ തന്നെയാണ്. വിഭവങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റ് പോകുന്നു, ആകെ ആഡംബരമാണ്. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറേശ്ശെ തുടങ്ങാം. ചൂട് പോകുന്നതിന് മുമ്പേ. ഇത് കാട, മുട്ട, ബജി, വെരി നൈസ്. അവരുടെ ബാറ്റർ ഭയങ്കര നല്ല ക്രിസ്പി, നല്ല കോട്ടിംഗ് ഉണ്ട്. മുളക് ബജി, ചൂട്. ഇതാണ് അവരുടെ ഫേമസ് കാട ഫ്രൈ. കടയിലെ തിരക്ക് കൂടി വരുന്നുണ്ട്. അയ്യാ, ഇതിപ്പോൾ കപ്പയും മീൻ കറിയും. എല്ലാം ഉണ്ടല്ലേ? പാലപ്പം, താറാവ്, ഇടിയപ്പം, പച്ചരി എല്ലാം ഉണ്ട്. ഇതിപ്പോ കപ്പയും ചിക്കനും. ഓക്കെ, കപ്പ ചിക്കൻ. ഓക്കെ, പിന്നെ പരിപ്പ് വട ഒരു സൈഡിൽ നടക്കുന്നു. കപ്പ ചിക്കൻ, ഇത് കാടമുട്ട ബജി, ഇത് പഴംപൊരി വിത്ത് ബീഫ്, കാട ഫ്രൈ, മുളക് ബജി, മുട്ട, കോഴിമുട്ട ബജി. ഇനി ഒരു 100 സാധനങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, സമയക്കുറവുകൊണ്ട് ഇത്രയും മതി വിചാരിച്ചു. ഇവിടുത്തെ തിരക്ക് അത്രയ്ക്ക് ബഹളം. അവിടെ എല്ലാവരും ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ് ഓർഡേഴ്സായിട്ട്. പിന്നെ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. ഇത് ഇവിടെ കംപ്ലീറ്റ് ലൈറ്റൊക്കെ പോയി. സോ
ബജി, ഇതെല്ലാം ഇങ്ങനെ ചൂടായിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം. ഓക്കെ, പഴംപൊരി, ബീഫ് പഴംപൊരി അത് ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വെളിയിലിരിക്കുവാണ്, കടയ്ക്കകത്തും കുറച്ച് ബെഞ്ചസും ഡെസ്കെല്ലാം ഉണ്ട്. കപ്പ വിത്ത് ചിക്കൻ, ബീഫും കിട്ടും. ഞാൻ പിന്നെ ബീഫിൻ്റെ ആളല്ലാത്തതുകൊണ്ട്, പക്ഷേ ഇപ്പോൾ പഴംപൊരിയിൽ ബീഫാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ഇത് കാടയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാട നല്ല ക്രിസ്പി ഫ്രൈ ആണ്. ഇങ്ങനെയാണ് കഴിക്കേണ്ടത് തോന്നുന്നു. യെസ്, ഉള്ളി, എല്ലാത്തിലും ഉള്ളിയും മല്ലിയെല്ലാം അരിഞ്ഞതും പിന്നെ നാരങ്ങാ നീരുമൊക്കെ ഉണ്ടാവും. നൈസ്. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇങ്ങനെ ചൂടായിട്ട് ഒരു 100 സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പം, പത്തിരി, താറാവ്, കോഴി മാത്രമല്ല, എല്ലാം ഉണ്ട് ഇവിടെ. വെരി യമ്മി. കാട ഫ്രൈസ് ക്രിസ്പി, അങ്ങനെയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. പഴംപൊരി ബീഫാണ്, ബീഫിൻ്റെ അറിയാമല്ലോ, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ ചാറ് ചേർത്ത് കഴിക്കുകയാണ്, ജസ്റ്റ് അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം ഇവിടുത്തെ ഹോട്ട് സെല്ലിങ് പ്രോപ്പർട്ടീസാണ് എല്ലാ കാര്യങ്ങളും. അടിപൊളി. ആംബിയൻസ് വേറൊരു അടിപൊളി. ഗംഭീര ഫുഡ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം അത്രയും ഹോട്ടായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കി തരുന്നു. അപ്പം ഇനി കൊച്ചിയിലെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്ന സ്ഥലം. അതിനോടൊപ്പം ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ അടുത്താണ് കൈരളി ഫുഡ് കോർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു ഷാക്കാണ്, പക്ഷേ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും. കുറച്ച് പേർക്ക് ഇതുപോലെയൊക്കെ വെളിയിലിരുന്ന് കഴിക്കാം. അകത്തും കുറച്ച് സംവിധാനമുണ്ട്, പാഴ്സലെടുക്കാം. അപ്പോൾ മറക്കാതെ വരിക കേട്ടോ, നല്ലതാണ്. നല്ല ഇഷ്ടംപോലെ കിട്ടും, പല ഐറ്റംസ്. ഇവിടെ ചുക്ക് കാപ്പിയും കിട്ടും. പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അപ്പമുണ്ട്, പിന്നെ ഡക്കുണ്ട്, പത്തിരി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. എൻ്റെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ നോക്കിയാൽ അറിയാം ഇവിടെ എന്തായാലും കഴിച്ചു. ഞാൻ എന്തായാലും കഴിച്ചു. ഇനി ചുക്ക് കാപ്പിയും കൂടെ മേടിച്ചിട്ടാണ് പോവാം. നമുക്ക് കാറിൽ കയറിയിട്ട് പോകാം. അപ്പോൾ ഇത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്, നന്നായിട്ട്. അതുകൊണ്ടാണ് ചൂടായിട്ട് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ സ്വാദാണ്. ശരി, എന്നാൽ പോയിട്ട് വരാം. ഓക്കെ, അടിപൊളിയായിരുന്നല്ല. അപ്പോൾ മൂന്നാറിൽ നിന്നും തുടങ്ങി നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി ഭാഗത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഇനി 2 ദിവസം എറണാകുളം ഭാഗത്ത്, അതായത് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ഉണ്ടാവും. കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ഓൾ.